നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാർദ്ധക്യത്തിലെ വിവാഹം അത് പലപ്പോഴും പലർക്കും ഒരു പരിഹാസമാണ്. മറ്റു ചിലർക്കത് വാർദ്ധക്യത്തിൽ വിവാഹം കഴിക്കണമോ എന്നൊരു നെറ്റിച്ചുളിച്ച ഒരു ചോദ്യമൊക്കെ വരും. പക്ഷേ പലപ്പോഴും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കാകുന്നവർ, ഏകാന്തവാസം അനുഭവിക്കുന്നവർ, അവരൊരു വിവാഹം കഴിക്കുന്നതിനോട് തെറ്റില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ ആൾക്കാരുടെ അഭിപ്രായം. പക്ഷേ അത്തരത്തിൽ ഒരു ഏകാന്തത മാറാൻ വിവാഹം കഴിക്കുന്നു, പിറ്റേന്ന് തന്നെ മരണം സംഭവിക്കുന്നു. വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തർപ്രദേശിലെ ജൗൻപൂർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏകാന്തത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 35-കാരിയെ കല്യാണം കഴിച്ച 75-കാരൻ വിവാഹ പിറ്റേന്ന് മരിച്ചു. ഉത്തർപ്രദേശിലെ ജൗൻപൂർ ജില്ലയിലെ കുച്ചുമുച്ച് ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഗുറാമാണ് വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ തന്നെ മരിച്ചത്. 1 വർഷം മുൻപായിരുന്നു സംഗുറാമിൻ്റെ ആദ്യ ഭാര്യ മരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. ഏകാന്തതയുണ്ടായിരുന്നു. ഒറ്റയ്ക്കുള്ള വാസം അദ്ദേഹത്തെ വലുതായി വലച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു എന്ന സാഹചര്യം വന്നപ്പോഴാണ് സംഗുറാം മറ്റൊരു വിവാഹം എന്നതിലേക്ക് തിരിഞ്ഞത്. മറ്റൊരു വിവാഹം കഴിക്കുവാൻ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. വീണ്ടും വിവാഹം കഴിക്കേണ്ട എന്ന് ബന്ധുക്കൾ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നു. പക്ഷേ സെപ്റ്റംബർ 29-ന് ജലാൽപൂർ സ്വദേശിയായ മൻ ഭവതിയെ സംഗുറാം വിവാഹം ചെയ്തു. സമീപത്തെ ക്ഷേത്രത്തിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ ചടങ്ങുകൾ നടത്തി. വിവാഹ ദിവസം രാത്രി ഇരുവരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നുവെന്നാണ് ഈ 35-കാരിയായ ഭാര്യ പറയുന്നത്. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെയോടെ സംഗുറാമിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. പെട്ടെന്നുള്ള മരണ അസ്വാഭാവികത ഉണ്ട് എന്ന ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വിവാഹം കഴിയുന്നു, പിറ്റേ ദിവസം തന്നെ മരണം സംഭവിക്കുന്നു. 35-കാരിയാണ് ഭാര്യ. തീർച്ചയായിട്ടും ഒരുപാട് ദുരൂഹതകൾക്കുള്ള സാധ്യത ആ ഒരു ആരോപണം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന് സമീപത്തെ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന പുളിയൻമല റോഡിൽ ഹോട്ടലിന് മുന്നിലെ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. മരിച്ച ഒരാൾ ജയറാമാണ് എന്ന് തിരിച്ചറിഞ്ഞു. കമ്പം തേനി ഗൂഡല്ലൂർ സ്വദേശികളാണ് മരിച്ചത്. രാത്രി 10 മണിക്ക് തുടങ്ങിയ വൃത്തിയാക്കലിനിടെ ഇവരെ കാണാതായി. തുടർന്ന് ഫയർഫോഴ്സ് അധികൃതർ എത്തി പരിശോധന നടത്തി. തിരച്ചിലാണ് 3 പേരെയും കണ്ടെത്തിയത്. വൈദ്യസഹായം നൽകാൻ ശ്രമിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക്, സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും ഇവരെ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മലിനജലം നിറഞ്ഞ ഓടയിലാണ് ഇവർ വൃത്തിയാക്കാനായി ഇറങ്ങിയത്. വൃത്തിയാക്കുന്നതിനിടെ ആദ്യം ഇറങ്ങിയ ആൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഇയാളെ രക്ഷപ്പെടുത്താനായി മറ്റു 2 പേർ ഇറങ്ങി. അപ്പോഴായിരുന്നു അപകടമുണ്ടായത്. 10ഓളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓക്സിജന്റെ സഹായത്തോടെ ഓടയിൽ ഇറങ്ങി നടത്തിയ തിരച്ചിലാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചത്. 3 കല്ലും മണ്ണും ശരീരത്ത് വീണ നിലയിലാണ് കണ്ടെത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു ഇവരെ കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഹോട്ടലിന്റെ റിനോവേഷൻ ജോലികൾ നടക്കുകയായിരുന്നു. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനായി കമ്പത്തുള്ള ഏജൻസിയെ ഹോട്ടൽ അധികൃതർ ഏൽപ്പിക്കുകയായിരുന്നു. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവർ മാൻഹോളിലേക്ക് ഇറങ്ങിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.